ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാമത്തെ വാക്യം. യൂദ യാക്കോബിൻ്റെയും, യാക്കോബ് ഇസഹാക്കിൻ്റെയും, ഇസഹാക്ക് അബ്രഹത്തിൻ്റെയും, അബ്രഹാം തേരായുടെയും, തേര നാഹോറിൻ്റെയും പുത്രൻ. പരിശുദ്ധ തൃത്വ ദൈവത്തിന് സ്തുതി. വീണ്ടും ഒരു വട്ടം കൂടി ഈ ഒരു വാക്യം നമ്മൾ വായിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ പേർ കൊടുത്തിട്ടുള്ള ഈ വാക്യം ബഹുദൈവ വിശ്വാസം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ ജനങ്ങളെ ഏക ദൈവവിശ്വാസികളാക്കിയ ഒരു വലിയ ജനചലനത്തിൻ്റെ അതിനായകനായ അബ്രഹാം പിതാവ്. പഴയ നിയമത്തിലെ ദൈവം അബ്രഹാമിൻ്റെ ദൈവം എന്ന് നമ്മൾ പലകുറി വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നാം അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്ന് പാടി സ്തുതിക്കുന്നത്. എങ്ങനെയായിരിക്കാം നമുക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുന്നത്? നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബ്രഹാം തൻ്റെ പിതാക്കന്മാരുടെ ദൈവമെന്ന് യഹോവയെ വിശേഷിപ്പിച്ച് ഒരിക്കലും കാണുന്നില്ല. എന്നാൽ ഇസഹാക്കിനെ വിവാഹാലോചനമായി തിരിക്കുന്ന ഭൃത്യന് ദൈവം തൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. പിന്നീട് ബെർഷേബയിൽ വെച്ച് കർത്താവ് ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവനോട് അരുളി ചെയ്യുന്നുണ്ട്, നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാണ് ഞാൻ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഏക വിശ്വാസത്തിലേക്ക് തൻ്റെ തലമുറകളെ കൊണ്ടുവന്ന അനേകം മതങ്ങൾക്ക് പിതാവായിരിക്കുന്ന വിശ്വാസികളുടെ പിതാവ്, പല കുലദൈവങ്ങളെ ഭജിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പല കാലങ്ങളിലായി അബ്രഹാം പിതാവിനും പുത്രന്മാർക്കും ലഭിച്ച ഈശ്വര ദർശനത്തിൽ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം യഥാർത്ഥത്തിൽ കേവലം ഒരു കുലദൈവമല്ല, സർവ്വചരാചരങ്ങളെയും നിർമ്മിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവമാണ് അവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം, വിശ്വസിക്കാം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ 100-ൽ ഒരംശമെങ്കിലും വിശ്വാസം നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ സത്യ ഏക ദൈവത്തിൽ വിശ്വസിക്കുവാനും അബ്രഹാമിനെ വിദൂരദേശത്തു നിന്നും വിളിച്ച് വഴി നടത്തിയ പോലെ, തൻ്റെ കൃപ സൗജന്യമായി അവന് നൽകിയ പോലെ, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസനെ ലക്ഷ്യസാധ്യത്തിന് അർഹനാക്കിയ പോലെ, ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ പശ്ചാത്താപമുള്ള ഹൃദയം കണ്ട്, ഞങ്ങളുടെ എളിമയും താഴ്മയുള്ള ഹൃദയം കണ്ട് ഞങ്ങളോട് ഉടമ്പടി ചെയ്ത് നീ ഞങ്ങളുടെ പാപങ്ങൾ അവഗണിച്ച് ഞങ്ങളെയും നിൻ്റെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ ഞങ്ങളോട് നിനക്ക് അലിവും ദയയും കരുണയും ഉണ്ടാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഏതാണ് ആ ലക്ഷ്യസ്ഥാനം? വിശ്വാസത്തിൽ ജീവിച്ച് നമ്മുടെ ഇടയിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന നമ്മുടെ ഓരോ ആത്മാക്കളും വിശ്രമിക്കുന്ന അബ്രഹാമിൻ്റെ മാറിടം, ദ ബോസം ഓഫ് അബ്രഹാം. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന സ്വർഗത്തെയും നരകത്തെയും വേർതിരിക്കുന്ന കവാടത്തിൽ നീതിമാന്മാരായ പരേതാത്മാക്കൾക്കായി കാത്തിരിക്കുന്ന, പറുദീസയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് വിശ്രമിക്കുവാൻ ഒരുക്കിയിരിക്കുന്ന അബ്രഹാമിൻ്റെ മടി. ആ മടിയിലിരിക്കുവാൻ, അവൻ്റെ ആ വാക്ക് കേൾക്കുവാൻ. എന്താണ് അവൻ പറയുന്ന വാക്ക്? മോശയും പ്രവാചകന്മാരും പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല എന്ന അബ്രഹാമിൻ്റെ ധനവാനോടുള്ള ആ വാക്കുകൾ. എപ്പോഴാണ് അബ്രഹാം ധനവാനോട് അങ്ങനെ പറയുന്നത്? ധനവാനൊരു ആവശ്യം ഉന്നയിക്കുകയാണ് അബ്രഹാം പിതാവിനോട്. പിതാവായ അബ്രഹാമെ, മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും എന്ന ആ ഒരു കാര്യം. ഇന്ന് നമുക്ക് നസ്രായൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനായി ഉണ്ട്. അവൻ്റെ സ്വരം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കേൾക്കുവാൻ, അവനിൽ വിശ്വസിച്ച് അവനെ പിൻചെല്ലുവാൻ നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരംശമെങ്കിലും തന്ന് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.